ഹലോ ഗൈസ്, ഇത്തിരി വർത്തമാനം പറയാം അല്ലേ. ഇന്നലെ രാത്രി കിടന്നു കഴിഞ്ഞ് ഒരു പാതി ഉറക്കം കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിക്കുള്ള കടല വെള്ളത്തിലിട്ടിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പം തന്നെ എഴുന്നേറ്റു, ഒരു ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് കടല ഇട്ടു. ഇന്ന് ഉച്ചത്തേക്ക് ഞാൻ ഒരു മഷ്റൂം ബിരിയാണിയാണ് പ്ലാൻ ചെയ്യുന്നത്. സ്വാദിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ബിരിയാണിയുടെ പകുതി ഇൻഗ്രീഡിയൻസും പകുതി എഫേർട്ടും വെച്ചിട്ടാണ് കർണാടകക്കാരുടെ ദൊണ്ണ ബിരിയാണി. അപ്പോൾ ആ റെസിപ്പിയാണ് ഇന്ന് മഷ്റൂം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കൂ, എങ്ങനെയാണ് മഷ്റൂം ക്ലീൻ ചെയ്യുക, കട്ട് ചെയ്യുക എന്നൊക്കെ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും ഉദ്ദേശിക്കുന്നത്? ഒരു റെസിപ്പി ഫോളോ ചെയ്ത് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ച് നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയയാണെന്നോ? എന്നാൽ അതങ്ങനെയല്ല. അങ്ങനെ മാത്രമല്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുന്നേ തന്നെ കണക്ക് കൂട്ടണം, നാളെ എന്തുണ്ടാക്കും എന്നുള്ളത്. എന്നിട്ട് ഓരോ ദിവസവും ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ വീട്ടിലുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തണം. അതൊന്നും ഇല്ലെങ്കിൽ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി എടുത്തു വെക്കണം. പിന്നെയോ അരിയേണ്ടതും മുറിക്കേണ്ടതും കുതിർത്തെടുക്കേണ്ടതും ചിരകിയെടുക്കേണ്ടതും ഇടിച്ച് അരച്ച് പിഴിഞ്ഞെടുക്കേണ്ടതൊക്കെ എടുത്ത് വെച്ച് യഥാക്രമം ചേർത്ത് പാകം ചെയ്ത് കഴിഞ്ഞോ? ഇല്ല, ഭക്ഷണം ഉണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഭക്ഷണം എല്ലാം സെർവിങ് ബൗളിലേക്ക് മാറ്റി വെച്ച് സ്റ്റൗവും സ്ലാബും എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വിടാം. ഇതാ ഈ സാധനം കണ്ടില്ലേ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. നമുക്ക് ഇന്നവേഴ്സ് ഒക്കെ ഇതിലിങ്ങനെ വട്ടത്തിൽ കൊളത്തിയിട്ടിട്ട് ഉണക്കിയെടുക്കാം. അടിപൊളി സാധനം കേട്ടോ. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കുക്കിംഗ് ഇഷ്ടമല്ലാത്ത ഒരാളെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക, അത് ശരിയായില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്ത് സംസാരിക്കുക, അതൊക്കെ കുറച്ച് ഓവറല്ലേ? ഇതൊക്കെ കൂടുതലും സ്ത്രീകൾക്കാ സഹിക്കേണ്ടി വരിക. വീട്ടുജോലികൾ ചെയ്യാതെ വീട്ടുജോലിക്കൊക്കെ കൊള്ളാത്ത പെണ്ണെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് വിധി എഴുതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണേ. എനിവേ, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. അഭിമാനപൂർവ്വം ഞാൻ പറയട്ടെ, എന്നെ വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലാത്ത പലർക്കും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടമാണ്. അതിനെക്കുറിച്ചൊക്കെ അവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പെരുത്ത നന്ദി. പിന്നെ കുക്കിംഗ് ഒരു ലൈഫ് സ്കില്ലാണ്. അതൊക്കെ ആണിനും പെണ്ണിനും വെവ്വേറെ നിയമങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ച് അങ്ങ് ചെയ്യുന്നേ.